ഹലോ ഗായ്സ്, സുഖാണോ? സുഖല്ലേ എല്ലാവർക്കും? അതെ അതെ അതെ. എൻ്റെ അക്കായെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, ബെല്ലൈക്കൺ കിണിണി. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ബ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്നൊരു മദീന ട്രിപ്പ്, അതായത് അവിടെ പോയതും ഹറമിൽ പോയതും പിന്നെ ഓഹദിൽ മസ്ജിദിൽ പോയ കാര്യവും ഷോപ്പിംഗ് നടത്തിയതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കിടുന്നത്. പെട്ടെന്നെടുത്ത തീരുമാനമാണ്. മദീനയിൽ പോകാമെന്നും വ്യാഴവും വെള്ളിയും അവിടെ ഇബാദത്ത് ചെയ്യാമെന്നും തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ വ്യാഴാഴ്ച സുബഹി കഴിഞ്ഞിട്ട് രാവിലെ 5 മണിയായപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളേ. അങ്ങനെ അവിടെ ചെന്നു. നേരെ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി അവിടെ നിന്നും പെട്രോൾ അടിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ പമ്പിന് ചുറ്റും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റ്, കോഫി കട, വർക്ക്ഷോപ്പ്, പള്ളി, ജ്യൂസ് കട എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബാത്റൂമൊക്കെ, അതായത് ടോയ്ലറ്റൊക്കെ നല്ല നീറ്റാണ്. അതിൻ്റെ കോമ്പൗണ്ടൊക്കെ നല്ല വൃത്തിയാക്കിയാണ് അവർ സൂക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്നും സാൻഡ്വിച്ച് വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ പുതിയ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഓരോ ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാം. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഏകദേശം ഹറം അടുക്കാറായി. ഇപ്പം തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹറമിൻ്റെ ഈ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. രസമാണ്, എത്ര നേരം ഇരുന്നാലും മതി വരില്ല. പിന്നെ ആണെങ്കിൽ ഇവിടെ ലൈബ്രറി ഉണ്ട്. അതാ ഈ കാണുന്ന മസ്ജിദ് ഏതാണെന്നറിയാവോ? ഇതാണ് അൽ മുസല മസ്ജിദ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാൾ നമസ്കാരവും നമസ്കരിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ പള്ളി ഇങ്ങനെ അൽ മുസല എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഉംറക്കാരൊക്കെ വന്ന് ഇത് സിയാർത്ത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പള്ളിയുണ്ട്. അതാണെങ്കിൽ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ് മുസല. അതായത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്ന് പെരുന്നാൾ നമസ്കാരം അതിൻ്റെ സ്ഥാനത്ത് നിർവഹിച്ചത് കൊണ്ടാണ് ഈ പേര് നൽകിയത്. അതുകൊണ്ട് ഇതിനെ അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ് മുസല്ല എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ തൊട്ടടുത്ത് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. കാണാനൊക്കെ എന്താ ഭംഗിയെന്നറിയാം. പിന്നെ തസ്ബീകൾ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇതിൻ്റെ ചുറ്റുപാടും തന്നെ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഇനിയിപ്പം ഹറമിലോട്ട് കയറാം. ഈ ഭാഗത്തായിട്ടാണ് റൗള ഷെരീഫ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് ഹറമിൻ്റെ ഉള്ളിലോട്ട് പോകാം. പള്ളി ഫുള്ളും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ മുകളിൽ കാണുന്ന ഈ റൂഫ് ടോപ്പ് ഉണ്ടല്ലോ, ഈ റൂഫ് ടോപ്പ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറക്കുന്നതായിട്ട് കാണാം. അത് ഇങ്ങനെ നീങ്ങുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് തന്നെത്താൻ അവർ അടച്ചോളും. എന്നും കുറച്ച് നേരം ഇതിങ്ങനെ തുറന്നു വയ്ക്കും. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുമ്പിലുള്ള ഒരു ഷോപ്പിംഗ് മാളിലോട്ട് കയറാം. അതിനു മുമ്പ് ഈ ഹറമിൻ്റെ തൊട്ട് മുമ്പിൽ ഗോൾഡ് സൂക്കാണ്. ഒരുപാട് കടകളാണ്, സ്വർണ്ണക്കടകളാണ് ഇഷ്ടം പോലെ. ഏതെല്ലാം വെറൈറ്റീസാണ് ഉള്ളതെന്നറിയാമോ? അതേപോലെ തന്നെ കുറേ ഡ്രസ്സുകളും എല്ലാം നല്ല ഭംഗികളാണ് കാണാൻ. അപായ നോക്കാൻ പോയതാണ്. അന്നേരം അവിടെ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. ഈ കാണുന്നതിനൊക്കെ 250 റിയാലൊക്കെയാണ്. ഈ ഉംറയ്ക്കൊക്കെ വരുന്നവരൊക്കെ ഇതൊക്കെ വന്ന് ഇഷ്ടംപോലെ ഇത് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്.
എല്ലാം കാണാൻ ഒന്നിനൊന്നും മെച്ചമാണ്. ഇത് ഹറമിൻ്റെ തൊട്ട് മുമ്പിൽ തൈബ മാൾ എന്ന് പറയും. ഇവിടെ തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. ഓരോരുത്തർ പർച്ചേസും അതൊക്കെ ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അടുത്ത് തന്നെ കുറേ മാളുകളുണ്ട്. കുറേ വില കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് നാട്ടിൽ പോകുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ ഈന്തപ്പഴം ആയാലും ഏറ്റവും വിലക്കുറവുള്ളത് മദീനയിലാണ്. ഇത് കണ്ടില്ലേ, മുസലകളാണ്. 10 റിയാൽ മുതൽ അങ്ങേ അറ്റം ഒരുപാട്, അതായത് 1000 റിയാൽ വരെയുള്ള മുസലകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. പിന്നെ ഓരോ ചെറിയ ചെറിയ കടകളുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമായുള്ള സാധനങ്ങൾ, മക്കൾക്കുള്ള ടോയ്സുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഷോപ്പിൽ നോക്കിക്കേ, ഏതെല്ലാം വെറൈറ്റീസ് കളക്ഷനാണെന്നറിയാമോ. എന്ത് ഭംഗിയാണ് ഓരോ മാലകളൊക്കെ കാണാൻ. ഇതിനൊക്കെ നല്ല വിലയാണ്. ഓരോ ഇതും പല പല ടൈപ്പിലുള്ളതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാമയുടെ ഫ്ലാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാ മാമയുടെ മോൻ, ഇളയ മോന്. ഹലോ ഗായ്സ്, സുഖമാണോ? സുഖല്ലേ എല്ലാവർക്കും? അതെ അതെ അതെ. എൻ്റെ അക്കായെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, ബെല്ലൈക്കൺ കിണിയണി. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. മാമയുടെ വീട്. അസ്സലാമു അലൈക്കും. ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അന്ന് രാത്രി അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ച 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹറമിലാണെങ്കിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. എന്തായാലും അൽഹംദുലില്ലാ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഹറമിൽ പോയി കുറേ നേരം ഇരുന്ന് ഓതാനും അതേപോലെ തന്നെ നിസ്കരിക്കാനും പറ്റി. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മാമയുടെ വീട്ടിൽ തന്നെ പോയി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഒഹദ് പള്ളിയിലോട്ട് പോയി. ഇവിടെയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പൊട്ടിയതും അതേപോലെ തന്നെ 70 ശുഹദാക്കൾ രക്തസാക്ഷികളായതും ഒക്കെ ഈ ഒഹദ് മലയിലാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ചരിത്രത്തിലോട്ട് പോയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഇനി ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ മസ്ജിദുൽ ഖുബ, പിന്നെ ഖിബ്ലത്തൈൻ, മീഖാത്ത്, ഇതിനെപ്പറ്റിയൊക്കെ ഇനി ഞാനൊരു ഇതേപോലെ ഒരു ബ്ലോഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഇത് കാണണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ഈ നടന്നു പോകുന്നത് മാമായും മുമ്പിൽ പോകുന്നത് മാമിയുമാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ എല്ലാം പള്ളിയിൽ പോയി നമസ്കരിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് ജിദ്ദയിലോട്ട് വിട്ടു. പിന്നെ വരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടു. അവിടെ മഗ്‌രിബും ഇശായും നമസ്കരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. നല്ല കാറ്റാണ് ഈ ഒരു ഭാഗം. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ജിദ്ദയിലെത്തി. അവിടെ ഒരു ബ്രോസ്റ്റ് കടയിൽ കയറി ബ്രോസ്റ്റ് വാങ്ങിച്ചു. റാമി എന്ന പേര്. അകം നല്ല സ്പൈസിയും പുറമേ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ബ്രോസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.